മരുന്ന് വിതരണ കമ്പനിക്കാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നൽകാനുള്ള 80 കോടിയോളം വരുന്ന രൂപ കുടിശ്ശികയായി കിടക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മരുന്ന് വിതരണം ചെയ്യുന്നത് നിർത്തിവെച്ചിട്ട് 11 ദിവസമായിട്ടും നമസ്കാരം. മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നായി നിത്യേന ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏറ്റവും അത്യാവശ്യമായ മരുന്നുകൾ പോലും ലഭ്യമല്ല എന്നുള്ള വിവരമാണ് ഈ രോഗികൾക്ക് മുന്നിൽ അധികൃതർ അറിയിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 11 ദിവസമായി ഹൃദ്രോഗത്തിനും ക്യാൻസറിനും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രോഗങ്ങൾക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായ മരുന്നുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലഭ്യമല്ല. എന്താണ് ഇതിന്റെ കാരണമെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, കേരള ഗവൺമെന്റ് 80 കോടിയോളം രൂപ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുണ്ട്. ഇത് കൃത്യമായി കൊടുക്കാത്തത് കാരണമാണ് മരുന്ന് കമ്പനികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മലബാറിലെ വയനാട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുമായി പ്രതിദിനം ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ഒരു ആശുപത്രി, ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളുണ്ട് എന്ന് നമ്മുടെ സർക്കാരുകൾ വീമ്പടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഏറ്റവും അത്യാവശ്യമായ മരുന്നുകൾ പോലും ലഭ്യമല്ല എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ സംഘടനകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമരങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് MP ആയ MK രാഘവൻ 24 മണിക്കൂർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ഉപവസിക്കുകയുണ്ടായിരുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. പ്രിൻസിപ്പൽ സ്ഥലത്തുണ്ടായിരുന്നില്ല, അതിനാൽ തന്നെ വൈസ് പ്രിൻസിപ്പളുമായി അവർ ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ സമരത്തിന്റെ വിശദാംശങ്ങൾ എന്ന് കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഷഹീൻ മറുനാടനോട് വിവരിക്കുന്നു. എന്താണ് സത്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണം? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ മരുന്ന് ക്ഷാമത്തിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ പ്രതിസന്ധി കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടരുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മരുന്ന് വിതരണ കമ്പനിക്കാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നൽകാനുള്ള 80 കോടിയോളം വരുന്ന രൂപ കുടിശ്ശികയായി കിടക്കുകയാണ്. ആ കുടിശ്ശിക നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മരുന്ന് വിതരണ കമ്പനികൾ മരുന്ന് വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. അതാണ് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം വർദ്ധിക്കാനുള്ള കാരണം. ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നടപടിയോ ഇടപെടലോ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 11 ദിവസമായിട്ടും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ് മെഡിക്കൽ കോളേജ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മലബാർ മേഖലയിലെ കോഴിക്കോടിൻ്റെ അയൽ ജില്ലകൾ ഉൾപ്പെടെ, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട്, ക്യാൻസറുമായി ബന്ധപ്പെട്ട്, കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമായി വരുന്ന ഒരു മരുന്നുകളും ഇവിടുത്തെ HDSന്റെ നിയന്ത്രണത്തിലുള്ള ന്യായവില മെഡിക്കൽ ഷോപ്പിൽ ലഭിക്കുന്നില്ല. ഇന്ന് പ്രിൻസിപ്പാൾ ഇല്ല. ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വൈസ് പ്രിൻസിപ്പാളുമായി ചർച്ച നടത്തി. വൈസ് പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിസന്ധി എന്ന് പരിഹരിക്കും എന്നൊരു തരത്തിലുള്ള ഉറപ്പും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റും മെഡിക്കൽ കോളേജ് അധികൃതരും പരിപൂർണമായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ആരോഗ്യവകുപ്പിന്റെ ഒരു വീഴ്ചയല്ലേ? കേരളം നമ്പർ 1 എന്ന എല്ലാ കാര്യത്തിലും പറയുമ്പോഴും മെഡിക്കൽ രംഗത്ത്, അത് മലബാറിലെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ഇത്ര വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടും ഇനിയും സത്വരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത്. ഈ മരുന്ന് കമ്പനികളുടെ ആളുകളായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ ഈ സമയം വരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുകയോ അതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമമോ നടക്കുന്നില്ല എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അടിയന്തരമായിട്ട് മന്ത്രി ഇതിൽ ഇടപെടണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവപരമായ കാര്യം, ഈ പ്രതിസന്ധി തുടങ്ങി മരുന്ന് ക്ഷാമം നേരിട്ട് 11 ദിവസം കഴിഞ്ഞിട്ടും ഈ മരുന്ന് വിതരണ കമ്പനി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മരുന്ന് വിതരണം ചെയ്യുന്നത് നിർത്തിവെച്ചിട്ട് 11 ദിവസമായിട്ടും അത് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം. ഇനി സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്. തീർച്ചയായിട്ടും. ഇന്നും ഒരുപാട് രോഗികൾ ഞങ്ങളെടുത്ത് വന്നു സമരത്തിന് ശേഷം. ഇന്നും മരുന്നിന് വേണ്ടി മെഡിക്കൽ സ്റ്റോറിനെ സമീപിച്ചപ്പോൾ മരുന്നില്ലാതെ തിരിച്ചു പോരേണ്ട സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. വലിയ വില നൽകി പുറത്തുനിന്ന് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങുകയാണ് ഈ പാവപ്പെട്ട രോഗികൾ. ആ രോഗികളുടെ ഇവർക്ക് നീതി ഉറപ്പാക്കുന്നത് വരെ, ഈ പ്രതിസന്ധി തീരുന്നത് വരെ
ശക്തമായിട്ടുള്ള സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. ഷഹീൻ പറഞ്ഞതുപോലെ മലബാറിലെ ഒരുവിധപ്പെട്ട എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ 10 ദിവസത്തോളമായി ഇവിടെ അവശ്യ മരുന്നുകളുടെ വലിയ ക്ഷാമമാണ് നേരിടുന്നത്. എന്നാൽ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ട യാതൊരു നടപടികളും ആരോഗ്യവകുപ്പോ കേരള ഗവൺമെന്റോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേരളം നമ്പർ 1 എന്ന് പറയുന്നു. എന്നാൽ ഏറ്റവും സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൽ പോലും ആവശ്യത്തിന് മരുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥർക്കും ഏറ്റവും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ അസുഖം വരുമ്പോൾ അമേരിക്കയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ചികിത്സയ്ക്ക് പോകാം. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാർ ആശുപത്രികൾ മാത്രമാണ് ആശ്രയം എന്നുള്ളത് ഈ അധികാരികൾ ഓർക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.